എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ, അതായത് ജനുവരി 14 മുതൽ ജനുവരി 16 തീയതി ഉച്ചയ്ക്ക് 2 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം, അതുപോലുള്ള കോഴ്സുകൾ മാത്രമേ നൽകാൻ പാടുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ നൽകി പിന്നീട് അത് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആ ഒരു കോഴ്സ് താല്പര്യമില്ല അല്ലെങ്കിൽ കോളേജ് താല്പര്യമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് താല്പര്യമുള്ള കോഴ്സുകളും അതുപോലെ കോളേജുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ LBS വഴി ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഒരു കോളേജിൽ നിന്നുള്ള NOC, അതായത് നോൺ ഒബ്ജക്ഷൻ കമ്പോസിഷൻ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചില കോളേജുകൾ ഓൺലൈനായിട്ട് തന്നെ, അതായത് LBS വെബ്സൈറ്റ് വഴി തന്നെ NOC ഇഷ്യൂ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കോളേജിൻ്റെ കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കോളേജ് NOC ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിൽ കിട്ടിയവർക്ക് മാത്രമാണ് NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളും അതുപോലെ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികളും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ സാധാരണ ഓപ്ഷൻ നൽകുന്ന രീതിയിൽ ഓപ്ഷൻസ് നൽകിയാൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. ഇത് അവസാന ഘട്ടത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റാണ്. അതായത് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റാണ്. ഇതിന് ശേഷം ഇനി വാക്കൻസി ഉണ്ട് എങ്കിൽ അതിലേക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്താനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളും ഉണ്ട് എങ്കിൽ മാത്രം ഏതെങ്കിലും കോളേജിൽ നിലവിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുക. അതല്ല നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജോ കോഴ്സുകളോ ഇല്ല എങ്കിൽ ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജനുവരി 17 തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഉണ്ട് എങ്കിൽ മാത്രം വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് നാളെയോടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കാരണം സാധാരണഗതിയിൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആ ഒരു ലാസ്റ്റ് ദിവസത്തിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു വേക്കൻസീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോളേജും കോഴ്സുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പാടുള്ളൂ. അതുപോലെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കോ കോളേജിലേക്കോ മാറ്റം കിട്ടുകയാണ് എങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഓപ്ഷനുകൾ മാത്രം നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ജനുവരി 17 തീയതി ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരിക്കുക. അതായത് വാക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിൽ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അലോട്ട്മെൻറ്റുകളായിരിക്കും ഇനി ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.